ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. ഇന്ന് തിരുസഭ മാതാവ് അലക്സാണ്ട്രിയയിലെ ബിഷപ്പായിരുന്ന വിശുദ്ധ അത്തനേഷ്യസിൻ്റെ തിരുനാൾ സാഘോഷം ഓർമ്മിക്കുകയാണ്. നമ്മൾ ധ്യാനിക്കുന്നത് വിശുദ്ധ യോഹന്നാൻ്റെ വിശുദ്ധ സുവിശേഷം 15-ാം അധ്യായം 9 മുതൽ 11 വരെയുള്ള വാക്യങ്ങളാണ്. സന്തോഷത്തെക്കുറിച്ചാണ് യേശുനാഥൻ നമ്മളോട് സംസാരിക്കുന്നത്. പിതാവായ ദൈവം യേശുവിനെ സ്നേഹിച്ചതുപോലെ യേശു നമ്മളെയും സ്നേഹിക്കുന്നു. പിതാവായ ദൈവത്തോടുള്ള സ്നേഹത്തിൽ അവിടെ നിലനിൽക്കുന്നത് അവിടുത്തെ കൽപ്പനകൾ പാലിച്ചുകൊണ്ടാണ്. ക്രിസ്തുവിൻ്റെ സന്തോഷം എന്ന് പറയുന്നത് അവൻ്റെ അപ്പനോടുള്ള അവൻ്റെ സ്നേഹബന്ധമാണ്. ഇത് നമുക്ക് മനസ്സിലാക്കി തരികയാണ്. 2 തരത്തിൽ സന്തോഷം മനുഷ്യനുണ്ടാകും. ഒന്ന്, ഈ ലോകത്തിൻ്റെതായ സുഖങ്ങളിൽ അവന് സന്തോഷം കണ്ടെത്താൻ പറ്റും. 2, ദൈവത്തിൻ്റെ സന്തോഷം അവന് കണ്ടെത്താൻ പറ്റും. ഇതിൽ ദൈവത്തിൻ്റെ സന്തോഷം എന്ന് പറയുന്നത് നിത്യം നിലനിൽക്കുന്ന സന്തോഷമാണ്. ഈ ഭൂമിയിലെ സന്തോഷങ്ങൾ കെട്ടുപോയാലും ദൈവത്തിൻ്റെ സന്തോഷം നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും നിലനിൽക്കും. സമാധാനമായും സ്നേഹമായും കരുണയായും ഒക്കെ ആ സന്തോഷം ഉള്ളിൽ എപ്പോഴും ഉണ്ടാകും. പക്ഷേ ഈ ലോകം തരുന്ന സന്തോഷം എപ്പോൾ വേണമെങ്കിലും കെട്ടുപോകാവുന്ന ഒരു സന്തോഷമാണ്. അപ്പോൾ യേശുനാഥൻ പറയുന്നുണ്ട്, എൻ്റെ ജീവിതത്തിൽ സന്തോഷം നിലനിൽക്കുന്നത് പിതാവായ ദൈവവുമായിട്ടുള്ള സ്നേഹബന്ധത്തിൽ നിന്നാണ്. ഈ സ്നേഹബന്ധം എന്ന് പറയുന്നത് അപ്പം പറയുന്നത് അനുസരിക്കുന്ന മകൻ, അതുപോലെ മകനോടുള്ള സ്നേഹം തീവ്രമായി പ്രതിഫലിപ്പിക്കുന്ന അപ്പൻ. ഇപ്പോൾ 2 പേരും സ്നേഹബന്ധത്തിൽ നിലനിൽക്കുന്നത് കൊണ്ട് 2 പേർക്കും ഭയങ്കര സന്തോഷമാണ്. അതാണ് ദൈവിക സന്തോഷം എന്നൊക്കെ പറയുന്നത്. ഈ സന്തോഷം ദൈവം മനുഷ്യൻ്റെ കാര്യത്തിൽ അനുഭവിച്ചത് ആദിയിലെല്ലാം സൃഷ്ടിച്ചതിന് ശേഷം പിതാവായ ദൈവം പറയുന്നൊരു കാര്യമാണ്. എല്ലാം വളരെ മനോഹരമായിരിക്കുന്നു. ദൈവത്തിന് ഭയങ്കര സന്തോഷമാണ്. ഈ മനോഹരമായത് ഇല്ലാതായി മാറിയത് മനുഷ്യൻ പാപം ചെയ്ത്, അതായത് ലോകത്തിൻ്റെ സുഖങ്ങളിലേക്ക് അവൻ്റെ കണ്ണുകളെ അവൻ പായിച്ചപ്പോൾ സന്തോഷമെല്ലാം ഇല്ലാതായി. പിന്നീട് ദൈവം സങ്കടപ്പെടുന്നതായി നമ്മൾ കാണുന്നുണ്ടോ മനുഷ്യനെ സൃഷ്ടിച്ചതോർത്ത്. അപ്പോൾ സങ്കടവും സന്തോഷവും ദൈവമായിട്ടുള്ള നമ്മുടെ ബന്ധത്തിൽ നിന്നാണ് സന്തോഷം നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നത്. ആ ബന്ധത്തെക്കുറിച്ചാണ് യേശുനാഥൻ പറയുന്നത്. ദൈവത്തെ അനുസരിക്കുമ്പോൾ, ഇവിടെ അനുസരിക്കണം എന്ന് പറയുമ്പോൾ കൽപ്പനകളാണ്. എന്താണ് കൽപ്പനകളും? കൽപ്പനകളും സ്നേഹത്തിൻ്റെതാണ്. ദൈവത്തെ സ്നേഹിക്കുക, മനുഷ്യനെ സ്നേഹിക്കുക. അപ്പോൾ എൻ്റെ ജീവിതത്തിൽ സന്തോഷം നിലനിൽക്കണമെങ്കിൽ ഞാൻ ഈ സ്നേഹത്തിൻ്റെ കൽപ്പനകൾ പാലിക്കുന്നുണ്ടായിരിക്കണം. സ്നേഹബന്ധം നിലനിർത്തുന്ന ഒരാളായി മാറണം. എല്ലാവരോടും, മനുഷ്യരോടും ദൈവത്തോടും, ഈ ലോകത്തിലെ ഞാൻ അടുത്തിരിക്കുന്ന എല്ലാ മനുഷ്യരോടും സ്നേഹമുള്ളവനായി വർത്തിക്കുക. അതാണ് യേശു എനിക്ക് നൽകുന്ന കൽപ്പന. അങ്ങനെ സ്നേഹത്തിൽ നിന്ന് സന്തോഷം കണ്ടെത്തുന്ന മനുഷ്യനായി ഞാൻ മാറും. ഇന്ന് നമ്മൾ ധ്യാനിക്കുന്ന വിശുദ്ധ അത്തനേഷ്യസിൻ്റെ ജീവിതം, അദ്ദേഹം ദൈവത്തിൻ്റെ കൽപ്പനകൾ പാലിക്കുന്നതിൽ സന്തോഷം കണ്ടെത്തിയിരുന്ന ഒരു മനുഷ്യനാണ്. പക്ഷേ അങ്ങനെ സന്തോഷം കണ്ടെത്തിയപ്പോൾ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ഒത്തിരി അധികം ബുദ്ധിമുട്ടുകൾ അനുഭവിക്കേണ്ടി വന്നു. ഞാൻ നേരത്തെ പറഞ്ഞു, ലോകം തരുന്ന സന്തോഷമല്ലല്ലോ ദൈവത്തിൻ്റെ സന്തോഷം. ബുദ്ധിമുട്ടുകൾക്കിടയിൽ നമ്മൾ ആ സന്തോഷം കണ്ടെത്തും. അത്തനേഷ്യസിൻ്റെ ജീവിതം അത് നമുക്ക് സാക്ഷ്യപ്പെടുത്തുന്നുണ്ട്. അലക്സാണ്ട്രിയയിലെ AD 4-ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന ഈ വിശുദ്ധൻ, അദ്ദേഹം അലക്സാണ്ട്രിയയിലെ ബിഷപ്പായി മാറിയപ്പോൾ ആരിനിസം എന്ന് പറയുന്ന ഒരു പാഷണ്ഡത സഭയെ വല്ലാതെ പീഡിപ്പിച്ചുകൊണ്ടിരുന്ന ഒരു കാലഘട്ടമാണ്. അതായത് ക്രിസ്തു ദൈവമല്ല, അവൻ മനുഷ്യനാണ്, ദൈവത്തിൻ്റെ നിഴൽ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്നൊക്കെ പഠിപ്പിച്ചിരുന്ന ഒരു പാഷണ്ഡതയാണത്. അപ്പം അതിനെതിരെ പോരാടാൻ വേണ്ടി ദൈവം പഠിപ്പിച്ചത് ദൈവത്തിൻ്റെ കൽപ്പന മുറുകെ പിടിച്ചുകൊണ്ട് ജീവിച്ചപ്പോൾ അദ്ദേഹത്തിന് ഒത്തിരിയധികം ബുദ്ധിമുട്ടുണ്ട്. പക്ഷേ ഈ ബുദ്ധിമുട്ടിനിടയിലും അദ്ദേഹം സന്തോഷവാനായിരുന്നു. കാരണം ദൈവമായിട്ടുള്ള സ്നേഹബന്ധം അദ്ദേഹം നിലനിർത്തിയിട്ടുണ്ട്. 5-6 പ്രാവശ്യം അദ്ദേഹത്തെ നാട്ടിൽ നിന്ന് നാട് കടത്തുന്നുണ്ട്. വളരെ പ്രായമായി ഈ മനുഷ്യൻ ആ പ്രായാധിക്യത്തിൻ്റെ ഇടയിലും നാട് കടത്തപ്പെടുകയും വളരെ ക്രൂരമായി പീഡിപ്പിക്കപ്പെടുകയും ചെയ്തപ്പോഴും അദ്ദേഹത്തെ സന്തോഷവാനായിട്ടാണ് എല്ലാവരും കണ്ടത്. അതിൻ്റെ കാരണം ദൈവിക കൽപ്പനകൾക്ക് പ്രാധാന്യം കൊടുത്തിരുന്നു എന്നുള്ളതാണ്. അദ്ദേഹം ദൈവത്തെ സ്നേഹിച്ചിരുന്നു എന്നുള്ളത് കൊണ്ടാണ്. അപ്പോൾ എൻ്റെ ജീവിതത്തിൽ ഞാൻ സന്തോഷം കണ്ടെത്താൻ, ലോകം തരുന്ന സന്തോഷമല്ല ദൈവം തരുന്ന സന്തോഷം കണ്ടെത്താൻ ഞാൻ ചെയ്യേണ്ടത് ദൈവവുമായി എനിക്ക് സ്നേഹബന്ധം ഉണ്ടായിരിക്കണം. അവനെ അനുസരിക്കുന്ന ആളായി ഞാൻ മാറണം. അവനെ അനുസരിക്കുക എന്ന് പറഞ്ഞാൽ മറ്റുള്ളവരെ സ്നേഹിക്കുക എന്നുകൂടെയാണ്. അപ്പോൾ ഈ വചനം ധ്യാനിക്കുമ്പോൾ വിശുദ്ധ അത്തനേഷ്യസിൻ്റെ മാധ്യസ്ഥം യാചിച്ചുകൊണ്ട് ദൈവിക കൽപ്പനകൾക്ക് സ്നേഹത്തിന് പ്രാധാന്യം കൊടുത്തുകൊണ്ട് സ്നേഹത്തിൻ്റെ സന്തോഷം അനുഭവിക്കാനുള്ള കൃപ എനിക്ക് ലഭിക്കണമെന്ന് പ്രാർത്ഥിക്കും. യേശുനാഥൻ അതിന് നമ്മെ സഹായിക്കും.